ഇന്നത്തെ ചോദ്യം, നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടതകൾ നിന്നെ ആരാക്കി മാറ്റും എന്നതാണ്. എന്താണ് ചോദ്യം? നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടതകൾ നിന്നെ ആരാക്കി മാറ്റും. ലോട്ടറി അടിക്കുന്നത് നിന്നെ ആരാക്കി മാറ്റും? കോടീശ്വരനാക്കി മാറ്റും. കഷ്ടതകൾ നിന്നെ ആരാക്കി മാറ്റും? കഷ്ടതകൾ നിന്നെ വിശുദ്ധനാക്കി മാറ്റുമോ? ഇതാണ് ചോദ്യം. ഇന്ന് നമ്മൾ വിൻസെൻ്റ് ഡി പോളിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. 1600 ഇദ്ദേഹം തൻ്റെ 20ാമത്തെ വയസ്സിൽ അച്ഛനായി. 1580 ജനിക്കുന്നത്, 1600 അച്ഛനായി. അപ്പോൾ 20ാമത്തെ വയസ്സിൽ അച്ഛനായതിനു ശേഷം 5 വർഷങ്ങൾക്ക് ശേഷം ഇദ്ദേഹം യാത്ര ചെയ്തിരുന്ന കപ്പൽ കടൽ കൊള്ളക്കാർ ആക്രമിക്കുകയും ഇദ്ദേഹത്തെയും കൂടെ ഉണ്ടായിരുന്നവരെയും ഒക്കെ കടൽ കൊള്ളക്കാർ ആക്രമിച്ച് അടിമകളാക്കുകയും ചെയ്തു. പിന്നെ 5 കൊല്ലം അച്ഛനായി കുർബാന നെല്ലിയ ആളെ നമ്മൾ കാണുന്നത് മാർക്കറ്റിലാണ്. ഏത് മാർക്കറ്റിൽ? അടിമകളെ വിൽക്കാൻ വെച്ചിരിക്കുന്ന മാർക്കറ്റിൽ ഇദ്ദേഹത്തെ കൊണ്ടുപോയി കൈവിലങ്ങുകളൊക്കെ ഇട്ട്, കയ്യിലും കാലിലുമൊക്കെ വിലങ്ങിട്ട് വസ്ത്രങ്ങളൊക്കെ മാറ്റി ഒരു അടിമയെപ്പോലെ മാർക്കറ്റിൽ വിൽക്കാൻ വെച്ചിരിക്കുകയാണ് 25ാമത്തെ വയസ്സിൽ. അതാണ് ഈ കഷ്ടത എന്ന് പറഞ്ഞത്. സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു, ജീവിതമില്ലേന്. അപ്പോൾ ഇദ്ദേഹത്തെ വാങ്ങുന്നത് ഒരു ചൂണ്ടിടാൻ പോകുന്ന ഒരാളാണ്, മീൻ പിടിക്കാൻ പോകുന്ന ഒരാളാണ് ഇദ്ദേഹത്തെ വാങ്ങുന്നത്. അപ്പോൾ എത്രമാത്രം വില കുറച്ചായിരിക്കും വിറ്റതെന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ വീണ്ടും കഷ്ടതയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഇപ്പോൾ അടിമയായിട്ട് നല്ലൊരു വീട്ടിലെങ്കിലും പോകാൻ പറ്റിയിരുന്നെങ്കിൽ അതുപോലും പറ്റിയില്ല. അപ്പോൾ ഈ ചൂണ്ടിടാൻ പോകുന്ന ഒരാൾ, അയാൾ അടിമ വാങ്ങിച്ചത് എന്തിനാണ്? കൂടെ ചൂണ്ടിടാൻ സഹായിക്കാൻ വേണ്ടി. അപ്പോൾ ഈ വിൻസെൻ്റ് ഇപ്പോൾ ചൂണ്ടിട്ടിട്ട് ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ അയാൾക്ക് മടുത്തിട്ട് പറഞ്ഞു, നിന്നെ ചൂണ്ടിടാൻ പോലും കൊള്ളൂല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വേറൊരു ആൾക്ക് വിൽക്കുകയാണ്, അല്ലെങ്കിൽ കുറച്ച് വിലക്ക് വിൽക്കുകയാണ്, മറിച്ച് വിൽക്കുകയാണ്, റിയൽ എസ്റ്റേറ്റ്. അങ്ങനെ ഈ വിൻസെൻ്റ് ഡി പോളിനെ ഒരു മുഹമ്മദീയനായിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞനാണ്, ഒരു രസതന്ത്രജ്ഞന് വിൽക്കുന്നു. അയാൾക്ക് ഒരു ഇത്തിരി ബോധമുണ്ടായിരുന്നു. ഈ വിൻസെൻ്റ് ഡി പോളിനിൽ എന്തോ നല്ല ഗുണങ്ങളൊക്കെ ഉണ്ടെന്ന് അയാൾക്ക് മനസ്സിലായപ്പോൾ അയാൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നീ എൻ്റെ മതം സ്വീകരിക്കുക, എന്നിട്ട് ഞാൻ എൻ്റെ സ്വത്തും ഒക്കെ നിനക്ക് തന്നാക്കാം, നിന്നെ സ്വതന്ത്രനാക്കാം എന്നൊക്കെ പറഞ്ഞെങ്കിലും വിൻസെൻ്റ് ഡി പോൾ പറഞ്ഞു, എനിക്ക് സ്വാതന്ത്ര്യവും വേണ്ട, ഏട്ടൻ്റെ സ്വത്തും വേണ്ട, അതൊക്കെ ഇവിടെ ഇരിക്കട്ടെ, എനിക്ക് ഈശോയിൽ വിശ്വസിച്ചിട്ടാണെങ്കിലും അടിമയായിട്ടാണെങ്കിലും കുഴപ്പമില്ല, ഈശോയിൽ വിശ്വസിച്ച് ജീവിച്ചാൽ മതി. അങ്ങനെ ഇതൊക്കെ പറഞ്ഞ് കുറച്ച് നാൾ, ഒരു വർഷം കൂടി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം മരിച്ചു. മകനെ പുള്ളിനോട് വലിയ താല്പര്യമൊന്നും തോന്നിയില്ല. വീണ്ടും വിറ്റു, അടുത്ത ആൾക്ക് വിറ്റു. അടുത്ത ആൾക്ക് മറിച്ച് വിറ്റത് ഒരു ക്രിസ്ത്യാനിക്കാണ് മറിച്ച് വിറ്റത്. ക്രിസ്ത്യാനി മേടിച്ചു. ക്രിസ്ത്യാനിയല്ല, എന്തായാലും അയാളെ, ഈ 3ാമത്തെ മുതലാളിയെ വിൻസെൻ്റ് ഡി പോളിൻ്റെ ജീവിതം വഴി, പ്രാർത്ഥന വഴി, ഉപദേശങ്ങൾ വഴി മാനസാന്തരപ്പെടുത്തി. അങ്ങനെ 3ാമത്തെ മുതലാളി വിൻസെൻ്റ് ഡി പോളിനെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. വീണ്ടും പുരോഹിതനായി, വീണ്ടും അദ്ദേഹം ശുശ്രൂഷ ചെയ്തു. പിന്നീടുള്ള ചരിത്രമാണ്, അദ്ദേഹം പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങി. ഇടവകകളിൽ സംഘടനകൾ, കൂട്ടായ്മകൾ രൂപപ്പെടുത്തി, ഉപവിപ്രവർത്തനങ്ങൾക്ക് വേണ്ടിയൊക്കെ കൂട്ടായ്മകൾ രൂപപ്പെടുത്തി. പിന്നീട് നമുക്കറിയാം, ആ വിൻസെൻ്റ് ഡി പോൾ സൊസൈറ്റിയൊക്കെ പിന്നീട് ഉണ്ടാവുന്നതാണെങ്കിലും വിൻസെൻ്റ് ഡി പോൾ സ്ഥാപിച്ചത് സിസ്റ്റേഴ്സിൻ്റെ കോൺഗ്രിഗേഷനാണ്, ഈ ഉപവിപ്രവർത്തനങ്ങൾക്ക് വേണ്ടി നേതൃത്വം നൽകുന്നതിന് വേണ്ടി. അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത് സഭ കണ്ട വലിയ വിശുദ്ധരിൽ ഒരാളുടെ തിരുനാളാണ്. പ്രത്യേകിച്ച് നമ്മളൊരു ചാരിറ്റി പ്രവർത്തനം, ഉപവിപ്രവർത്തനം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ വിൻസെൻ്റ് ഡി പോൾ സൊസൈറ്റി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, പരസ്നേഹ പ്രവർത്തനങ്ങളുടെ ഒരു പര്യായ പദമായി അത് മാറി എന്നുള്ളതാണ്. കൈയടിച്ച് നമുക്ക് നന്ദി പറയാം.
നമ്മൾ ഇന്ന് ഈ വിശുദ്ധനെ അനുസ്മരിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ മനസ്സിൽ പ്രധാനമായിട്ട് ഓർക്കാം. ഒന്ന്, ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ സഹനങ്ങൾ, സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ അദ്ദേഹത്തെ കൂടുതൽ സ്നേഹമുള്ള മനുഷ്യനാക്കി മാറ്റി. ചിലപ്പോൾ നമ്മൾ ദുരിതം അനുഭവിച്ച് നമ്മൾ കൂടുതൽ കഠിന ഹൃദയരായി മാറും. എനിക്ക് കിട്ടിയതൊക്കെ ദുരിതമാണ്, പിന്നെ ഞാൻ എന്തിനാണ് ബാക്കിയുള്ളവരോട് സ്നേഹം കാണിക്കുന്നത് എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. കാരണം നമുക്ക് ദുരിതം നമ്മുടെ ഹൃദയം കഠിനമായി. അതുകൊണ്ട് ആരോട് നമുക്ക് ചിരിക്കാനും പറ്റുന്നില്ല, ആരെ നോക്കി സ്നേഹിക്കാനും പറ്റുന്നില്ല. കാരണം എനിക്ക് കിട്ടിയതൊക്കെ ഇതല്ലേ. പക്ഷേ നമുക്ക് കിട്ടിയ സഹനങ്ങൾ നമ്മെ കൂടുതൽ സ്നേഹമുള്ളവരാക്കി മാറ്റണം. ഒന്ന്. രണ്ട്, മറ്റുള്ളവരോട് കൂടുതൽ കരുണയും അനുകമ്പയും ഉള്ളവരായി നമ്മെ രൂപാന്തരപ്പെടുത്തണം. നമുക്ക് കണ്ണുകളടക്കം. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മുടെ സഹനത്തെ സ്നേഹമാക്കി മാറ്റാൻ കഴിയാതെ പോയ അവസരങ്ങളെ ഓർത്ത് നമുക്ക് അനുതപിക്കാം. ദുരിതത്തിന് പകരം ദുരിതം നൽകിയ, നിന്ദനത്തിന് പകരം നിന്ദനം നൽകിയ, പരിഹാസത്തിന് പകരം പരിഹാസം നൽകിയ അവസരങ്ങളെ ഓർത്ത് അനുതപിക്കാം. നമ്മൾ കുറ്റപ്പെടുത്തപ്പെട്ടപ്പോൾ കുറ്റപ്പെടുത്തലുകൾക്ക് പകരം നമ്മൾ കുറ്റപ്പെടുത്തുകയും, നമ്മൾ ദ്വേഷിക്കപ്പെട്ടപ്പോൾ അതിന് പകരം നമ്മൾ തിരിച്ച് ദ്വേഷിക്കുകയും, നമ്മൾ വഞ്ചിക്കപ്പെട്ടപ്പോൾ തിരിച്ച് വഞ്ചിക്കുകയും ഒക്കെ ചെയ്ത നമ്മുടെ പാപങ്ങളെ ഓർത്ത് നമുക്ക് അനുതപിക്കാം. നമ്മുടെ സഹനങ്ങളെയും ക്ലേശങ്ങളെയും മുഴുവൻ കർത്താവിൻ്റെ കരങ്ങളിലേക്ക്, ഈശോയുടെ കുരിശിലേക്ക് ചേർത്ത് വെച്ച് ഈ സഹനങ്ങൾ ഞങ്ങളെ സ്നേഹമാക്കി രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം ഉച്ചത്തിൽ യേശുനാമം വിളിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാം. ഈശോയേ